റോഡിൽ വണ്ടിയിൽ ഇത്ര കിലോമീറ്റർ ഓടിക്കാൻ പാടുള്ളൂ, ഇന്ന സ്ഥലത്തൂടെ ഓടിക്കാൻ പാടുള്ളൂ, വരയുടെ ഇപ്പുറത്തുനിന്ന് ഓടിക്കാൻ പാടുള്ളൂ, ഇത്ര കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാൻ പാടുള്ളൂ. സത്യം അത്രയും കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചാൽ, എല്ലാ വണ്ടികളും ഓടിച്ചാൽ ഈ ആക്സിഡൻ്റ് ഒന്നും നടക്കില്ല. അപ്പോൾ എനിക്ക് മുമ്പേ ഫോണെന്ന് വയ്ക്കുന്നു, അതിൽ സ്പീഡ് എടുക്കുന്നു, അപ്പോഴാണ് ഇടിക്കുന്നതും. മറ്റേ ബ്രേക്ക് പോയി ഇടിക്കുന്ന അപൂർവമേ ഉള്ളൂ. അതൊക്കെ നമ്മൾ ആ നിയമം അനുസരിച്ച് പോയാൽ ഇത്ര ആക്സിഡൻ്റ് നടക്കില്ല. അതുപോലെ ഓരോന്നിനും ഓരോ നിയമമുണ്ട്, ധർമ്മമുണ്ടല്ലോ. അതാണ് ധർമ്മം എന്ന് പറയുന്നത്. അതുപോലെയാണ് ഓരോ കാര്യത്തിലും ധർമ്മം. നമ്മളുടെ അർത്ഥബോധത്തിൽ ജീവിക്കുന്നവരെ പോലാണ്, അല്ലേ? അറിവുണ്ട്, ബോധമില്ല, അവരുണ്ട്, വിവേകമില്ല. ഇപ്പോൾ നമ്മുടെ ഒരാൾ കണ്ണും വയറിന് അസുഖമായിരുന്നു. അപ്പോൾ ഡോക്ടറെ പോയി കണ്ടപ്പോൾ കണ്ണിനും വയറിനുള്ള മരുന്ന് കൊടുത്തു. അപ്പോൾ അത് രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്ത്, കണ്ണിനൊഴിക്കേണ്ട മരുന്ന് വയറിന് കഴിച്ച്, വയറിന് കഴിക്കേണ്ട മരുന്ന് കണ്ണിന് ഒഴിച്ചു, കണ്ണും കെട്ടായി. ഇതുപോലെ അർത്ഥബോധത്തിൽ കഴിയുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആ നർമ്മം അതനുസരിച്ച് പ്രവർത്തിക്കാത്തതുകൊണ്ട് നമുക്ക് തന്നെ ദോഷമായി വരുന്നു. ആത്മാവിന് കൊടുക്കേണ്ട സ്ഥാനം ശരീരത്തിന് കൊടുത്ത്, ശരീരത്തിന് കൊടുക്കേണ്ട സ്ഥാനം ആത്മാവിന് കൊടുത്ത്. അപ്പോൾ മാറ്റമുള്ളതിനെ മാറിക്കൊണ്ടിരിക്കുന്നതിനെ നിത്യമെന്ന് വിചാരിച്ച്, നിത്യത്തിനെ മാറുന്നു എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മളിപ്പോൾ നമ്മുടെ ജീവിതം നയിക്കുന്നത്. അതോടുകൂടി ധർമ്മവും നഷ്ടപ്പെട്ടു. ധർമ്മമല്ലാത്തൊരു കർമ്മം അത് വെറുതെ അടുക്കി വെച്ച് ഗോപുരം കിട്ടുന്ന പോലാണ്. ആ ധർമ്മമാണ് അനസിമിൻ്റെ പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒറ്റപ്പെട്ട ദ്വീപ് പോലായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ശൃംഖലയുടെ കണ്ണിയാക്കി നിർത്തിയിരുന്ന ധർമ്മമാണ്. ഓരോന്നിൻ്റെ ധർമ്മം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ശൃംഖലയുടെ കണ്ണി പോലെ വരും. എന്നുവെച്ചാൽ അത് ധർമ്മത്തിന് മൂല്യം വരുന്നു, സ്നേഹം വരുന്നു, ബന്ധം വരുന്നു, പ്രേമം വരുന്നു, എല്ലാം ഉണ്ട്. ആ പ്രേമത്തിൻ്റെ നൂലിലാണ് കറുത്തുകൊണ്ട് പോകുന്നത്.